അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അതിന് മുസ്തഫക്ക് പിടിക്കാത്തൊരു ഹദീസ് ഇമാം ബുഖാരി കിതാബുൽ ഹൈദ്, സ്ത്രീകളുടെ ആർത്തവവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അധ്യായത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളൊരു ഹദീസാണ്. ഈ ഹദീസ് പറയുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ചില തത്വോപദേശങ്ങൾ നൽകുന്ന ഒരു മതമല്ല. അത് ചില ഉപദേശങ്ങൾ നൽകുമ്പോൾ തന്നെ ആ ഉപദേശത്തിൻ്റെ പ്രായോഗികത അതുകൂടി പഠിപ്പിക്കുന്നുള്ള, അതിൽ തന്നെ കുടുംബജീവിതം, ആ കുടുംബജീവിതത്തിൽ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടണം, അതിൽ തന്നെ അവർ കിടപ്പറയിൽ സല്ലപിക്കുന്നത് എങ്ങനെ ആയിരിക്കണം, ഏതൊക്കെ സാഹചര്യത്തിൽ അവർക്ക് ലൈംഗിക ബന്ധമാവാം ആയിക്കൂടാ, ഇതൊക്കെ പഠിപ്പിക്കണ ഒരു ദീനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ സഭ്യതരമായിട്ടുള്ള അശ്ലീലമായിട്ടുള്ള സംഗതിയുമല്ല. കാരണം മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ചില സംഗതികളാണ് ഇതൊക്കെ. ഇതിൽ നിന്ന് മുസ്തഫ മാത്രം വിശുദ്ധനായി നിൽക്കും ഇതൊക്കെ പറയുന്നത് എന്തോ വഷളത്വമായിട്ടാണല്ലോ മൂപ്പർക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ പറയാൻ പോകുന്ന ഹദീസിനെ വഷളൻ ഹദീസ് എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്തഫ വല്ലാതെ പരിഹസിക്കുന്നത്. എന്താണ് ഈ ഹദീസിൽ പറയുന്നത്? അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ, ആയിഷ നബിയുടെ ഭാര്യയാണ്. കിടപ്പറയിൽ താനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എങ്ങനെ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് ആയിഷ വ്യക്തമാക്കുന്നത്, ഈ മുസ്ലിം സമൂഹം ഈ രംഗത്ത് ഉൾക്കൊള്ളേണ്ട ധാർമ്മികമായിട്ടുള്ള ചില സമീപനങ്ങളുണ്ട്, അത് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. ഇത് ഹദീസിലെ മാത്രം പ്രയോഗമല്ല. വിശുദ്ധ ഖുർആൻ ലൈംഗിക വീഴ്ചയെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ ആർത്തവ ഉള്ള സന്ദർഭത്തിൽ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വഷളായിട്ടുള്ള പറയാൻ പാടില്ലാത്ത സംഗതിയാണെങ്കിൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ, ബുഖാരി മാത്രമല്ലല്ലോ ഇതിന് പ്രതിസ്ഥാനത്ത് നിൽക്കുക, ഖുർആൻ അള്ളാഹു കൂടിയാണ്. യഥാർത്ഥത്തിൽ മൂപ്പരുടെ മുസ്തഫയുടെ ലക്ഷ്യവും അള്ളാഹുവിനെ ഖുർആനെ ഒക്കെ പ്രതിസ്ഥാനത്ത് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് ചെറുക്ക് പെട്ടെന്ന് ചിലവാവില്ല എന്നുള്ളത് കൊണ്ട് അത് തൽക്കാലം മറച്ചു വെക്കുന്നു എന്നുള്ളത്. ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അറിയാവുന്ന ഒരു സംഗതി, അവർ ഇസ്ലാമിനെ താറടിച്ച് കാണിക്കാനാണ് പലപ്പോഴും ഈ ഇസ്ലാമിൻ്റെ വേഷം അണിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാറുള്ളത് എന്നുള്ളത്. അതാണ് ഇവിടെ മുസ്തഫയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹദീസിൽ എന്താ പറഞ്ഞത്? ആയിഷത്ത റളിയല്ലാഹു അൻഹ ഖാലത്ത് കാനത്ത് ഇഹ്ദാന ഇദാ കാനത്ത് ഹായിദൻ, ഞങ്ങളിലൊരാൾ, നബിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ആരെങ്കിലും ഋതുമതിയായാൽ, ഫഅറാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബാശിറഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായിട്ട് മുബാശറത്ത് നടത്താൻ ഉദ്ദേശിച്ചാൽ, അമറഹ അൻ തത്തസിറ ഫീ ഫൗരി ഹൈളതിഹ, അവളുടെ ഹൈലിൻ്റെ ഈ ഘട്ടത്തിൽ അവരോട് അരയുടുപ്പ് ശരിയായി ഉടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാറുണ്ട്. എന്നിട്ട് സുമ്മ യുബാശിറുഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായിട്ട് മുബാശറത്ത് നടത്തുന്ന. എന്താണ് ഈ മുബാശറ? മുബാശറ എന്ന് പറയുന്നത് കേവലം ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുക, സംയോഗത്തിൽ ഏർപ്പെടാനുള്ളത് മാത്രമാണോ? അങ്ങനെ ഒരു അർത്ഥത്തിനുണ്ട് എന്നുള്ളത് ശരിയാണ്. ഭാഷയിൽ ഒരു പദത്തിന് എന്തൊക്കെ അർത്ഥം ഉണ്ടാവും? ഈ അർത്ഥങ്ങളെല്ലാം ഒരേ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുമോ? അതോ ചില ഘട്ടങ്ങളിൽ അതിന് പ്രത്യേക അർത്ഥങ്ങളിൽ തന്നെ പ്രത്യേക അർത്ഥം കൽപ്പിക്കേണ്ടതുണ്ടോ? ഇത് പരിശോധിക്കേണ്ടതാണ്. ആർത്തവമുള്ള ഘട്ടത്തിൽ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ വിലക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മുബാശറത്ത് നടത്തുക എന്ന് ഹദീസിൽ പറഞ്ഞതെന്താ? എന്തിനാണ് അവിടെ അരയുടുപ്പ് ശരിയായിട്ട് ഉടുക്കാൻ പറഞ്ഞത്? ഇവിടെ സ്ത്രീയുടെ ഗുഹ്യസ്ഥാനം അത് കഴുകി വൃത്തിയാക്കുക എന്നാണോ അതിൻ്റെ അർത്ഥം?
ഇത്തസറ ഇസാറ് എന്ന് പറഞ്ഞാൽ തുണിക്കാണ് പറയാം, അരയുടുപ്പിന്. ഇത്തസറ എന്ന് പറഞ്ഞാൽ അരയുടുപ്പ് ശരിയായി ഉടുത്തു എന്നാണ് പറയാം. അപ്പോൾ മുസ്തഫയുടെ ഒരു ചോദ്യം, അവർ നേരത്തെ തുണി ഉടുക്കാനില്ലായിരുന്നോ? നല്ല ചോദ്യമാണ്. ഒരു ഭാര്യയും ഭർത്താവും ഒരു വിരിപ്പിൽ കിടന്നുറങ്ങുമ്പോൾ അവർ തുണി ഉടുക്കണം എന്നുള്ളത് നിർബന്ധമുണ്ടോ? അത് മുസ്തഫക്ക് അറിയാലോ. മുസ്തഫ രംഗത്ത് കുറേ മുമ്പോട്ട് പോയതല്ലേ. അപ്പോൾ അതിനെപ്പറ്റി എന്താ മുസ്തഫയെ പോലുള്ള ആളുകൾക്ക് പറയാനുള്ളത്? അവർ ഭാര്യയും ഭർത്താവും അവരുടെ വിരിപ്പിൽ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ കിടക്കുമ്പോൾ പിന്നെ അവർ സ്വന്തമായിട്ട് ആ വിരിപ്പിലുള്ളൂ, റൂമിലുള്ളൂ എങ്കിൽ അവർ തുണി ഉടുക്കണം, വസ്ത്രം ധരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? അതോ അവർക്ക് നഗ്നരായിട്ട് ഒട്ടിച്ചേർന്ന് കിടക്കാൻ പറ്റുമോ? ഇതിന് മുബാശറത്ത് എന്ന് പറയുമോ? ഇതിന് മുബാശറത്ത് എന്ന് പറയില്ലെങ്കിൽ പിന്നെ എന്താണ് അതിന് പറയുക? അത് മുസ്തഫ പറയേണ്ടതാണ്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുബാശറ നടത്താൻ ആഗ്രഹിച്ചാൽ അരയുടുപ്പ് ഭംഗിയായിട്ട് ഉടുക്കാൻ പറയാറിഞ്ഞാൽ സ്ത്രീയുമായിട്ട് അവളുടെ ഗുഹ്യസ്ഥാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സുഖം എടുക്കാമെന്നുള്ളത് നിരോധിച്ച കാര്യമായതുകൊണ്ട് അത് പറ്റൂല. ബാക്കി സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗം ഇയാൾക്ക് തലോടാം, അയാൾക്ക് അവളുമായിട്ട് ആ രീതിയിലുള്ള ക്രീഡകളിൽ ഏർപ്പെടാം. ലൈംഗിക വീഴ്ച മാത്രമാണ് അവിടെ നിരോധിക്കപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മുബാശറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈംഗിക വീഴ്ചയല്ല, ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ തൊട്ടുവീഴുകയോ ചുംബിക്കുകയോ അതുപോലുള്ള ഏത് സംഗതിക്കോ പറയാം. അതാണ് ഭാര്യയും ഭർത്താവുള്ള ബന്ധം എന്ന് പറയുന്നതും. ഇത് ഭാര്യയെ 2 തലാക്കും ചൊല്ലി ഒഴിവാക്കിയ ഒരു മനുഷ്യനോട് ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നിട്ട് ഇതിനെയാണ് മൂപ്പർ പരിഹസിക്കുന്നത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഇവിടെ തമാശ രൂപത്തിൽ ആണോ കാര്യഗൗരവത്തോടു കൂടിയാണോ എന്നൊന്നും ഇവിടെ പറയുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഗൗരവത്തിൽ തന്നെ ആയിരിക്കാം എന്ന് ചോദിച്ചിട്ടുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്വന്തത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞത് മറ്റുള്ളവരെക്കാൾ കൂടുതലാണ്. കാരണം നബി എന്നെ പറയണ്ടല്ലോ, നിങ്ങൾ അനഅത്ഖാക്കും ലില്ലാഹി, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനാണ് അള്ളാഹിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവൻ, സൂക്ഷിക്കുന്നവൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്ഥാനത്തേക്ക് മറ്റാർക്കും എത്താൻ കഴിയില്ല. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഉപദേശത്തിൻ്റെ രൂപത്തിൽ സൂക്ഷ്മത കൈക്കൊള്ളണം എന്നുള്ള അർത്ഥത്തിൽ അവരോട് പറയുന്നൊരു സംഗതിയാണ് വഅയ്യുക്കും യംലിക്കു ഇർബഹു കമാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യംലിക്കു ഇർബഹു എന്നുള്ളത്. നിങ്ങളിൽ ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നിയന്ത്രിച്ചിരുന്നത് പോലെ, തൻ്റെ ആഗ്രഹങ്ങൾ നിയന്ത്രിച്ചിരുന്നത് പോലെ നിയന്ത്രിക്കാൻ കഴിയുക എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് ചോദിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ തള്ളിയിട്ട് ഈ കുടുംബജീവിതത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണ് ഈ നിയമങ്ങളൊക്കെ കിട്ടുക? അത് അന്വേഷിക്കേണ്ടതുണ്ടല്ലോ. ഇതൊക്കെ വഷളാണ്, സദസ്സിൽ പറയാൻ പാടില്ലാത്തതാണ്. ഈ ലൈംഗികത എന്ന് പറയുന്ന ഒരു ലൈംഗികത സംബന്ധിച്ചുള്ള വിദ്യാഭ്യാസം, ലൈംഗിക വിദ്യാഭ്യാസം അത് ഇസ്ലാം നൽകുന്നുണ്ടോ അല്ലേ? അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇസ്ലാം വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒക്കെ ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. കാരണം അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രകൃതിപരമായിട്ടുള്ളൊരു സംഗതിയാണ്. അത് അവൻ്റെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ കഴിയില്ല. അപ്പോൾ അതിലൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും മറ്റ് രംഗങ്ങളിൽ എന്നതുപോലെ മാതൃക അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഇതുപോലുള്ള സംഗതികൾ ജനങ്ങളോട് പറയും. ഞങ്ങൾ നബിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത് ഇന്ന രീതിയിലായിരുന്നു. അത് കൂടുതലായിട്ടും വന്നിട്ടുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയിലൂടെയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അതിനെ സംബന്ധിച്ച് പറയുന്നത് ഞങ്ങളിൽ ആരുമായിട്ടെങ്കിലും നബി സല്ലല്ലാഹു അത് മിക്കവാറും ഈ എഹിദാന എന്ന് പറയുന്നത് പോലും മനസ്സിലാക്കേണ്ടതുണ്ട്. ഞങ്ങളിൽ ഒരാളുമായി എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ട് ബന്ധപ്പെടുന്ന നബി ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ നബി ശയിക്കുന്ന കിടക്കുന്ന സന്ദർഭത്തിലുള്ള സമീപനത്തെയാണ് ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. കാരണം മറ്റുള്ളത് ഭാര്യമാരുടെ അവസ്ഥ അവർ ആയിഷയോട് പറഞ്ഞോളന്നില്ലല്ലോ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ സ്വന്തം അനുഭവമാണ് പറയുന്നത്. എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരയുടുപ്പ് തുണി നന്നായിട്ട് ഉടുക്കാൻ പറയും, എന്നിട്ട് ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുമായിരുന്നു, മുബാശറത്ത് നടത്തുമായിരുന്നു പറഞ്ഞത്.
അത് ലൈംഗികം എന്ന് പറയുമ്പോൾ അതും മനസ്സിലാക്കേണ്ടതുണ്ട്. ലൈംഗികം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഗുഹ്യാവയവങ്ങൾ അതിനൊക്കെ മാത്രമല്ല ലൈംഗിക വീഴ്ച എന്ന് പറയുന്നത്. അതതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വശമാണ് എന്നുള്ളതേ ഉള്ളൂ. മനുഷ്യൻ സ്ത്രീയും പുരുഷനും തമ്മിൽ ഏത് രീതിയിൽ ബന്ധപ്പെട്ടാലും ഈ ഒരു താല്പര്യത്തോടു കൂടി ബന്ധപ്പെടുന്ന ചുംബനം, തലോടൽ, ഇതൊക്കെ ലൈംഗിക വീഴ്ചേൻ്റെ ഭാഗം. പക്ഷെ അതതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോഴാണ് അവിടെ സംയോഗം നടക്കുന്നത്. അത് ആർത്തവഘട്ടത്തിൽ സ്ത്രീകളുമായിട്ട് നടക്കൂല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല എന്നുള്ളതിനാണ് ഇവിടെ യത്തസിറ എന്ന് പറയുന്നത്. തുണി നന്നായി മുറുക്കി കൊടുക്കാൻ പറയുന്നതാണ്. എന്നിട്ട് മൂപ്പർ ചോദിക്കുകയാണ്, അവർ നേരത്തെ തുണി കൊടുക്കില്ലേ ഇനിയോ? ഭാര്യയും ഭർത്താവും ഒരു വെരുപ്പ് കിടക്കുമ്പോൾ തുണി കൊടുക്കാൻ നിർബന്ധമുണ്ടോ? അങ്ങനെ ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ പിന്നെ എന്തിനു പോലും ഭാര്യയും ഭർത്താവും പോയത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ബാധകമാണ്. നബി ഒരു മനുഷ്യനാണ്, നബിയുടെ ഭാര്യമാർ മനുഷ്യരാണ്. അപ്പോൾ അവരുടെ പിന്നെ ദാഹം അവർ പ്രകടിപ്പിക്കുന്നത് ഇതുപോലെ മറ്റു മനുഷ്യന്മാരെ പോലെ തന്നെയാണ്. അപ്പോൾ അതിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിന് മാതൃകയാണെന്ന് പറയാനാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. അത് ഒരു വഷളായിട്ടുള്ള സഭ്യേതരമായിട്ടുള്ള സംഗതിയായിട്ട് എടുത്തു പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിൽ ഒരു ചുക്കും അറിയില്ല എന്നുള്ളതേ അവരെ സംബന്ധിച്ച് പറയാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മളുടെ മുസ്തഫ മൗലവിയുടെ അവസ്ഥ എന്നതാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്.